ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണ് വന്നേ, ഗുഡ് മോർണിംഗിൽ വന്നില്ല. ഇന്ന് പൂത്തറിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് എന്തോ ഒരു ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലെ വരാൻ പറ്റിയില്ല. ഒരു ദിവസം വെറുതെ ഞാൻ ഉറങ്ങി തീർത്ത് അത്ര തന്നെ. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു 4 പേര് കഥ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പോവാണ്. നാളെ നന്നായിട്ട് വൃത്തിക്ക് പറയാം. കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കേൾക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ എവിടെയാ പറഞ്ഞേ? സൗണ്ടൊക്കെ കുറയല്ലേ? ഇന്നലെ നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഡോക്ടർ കല്യാണം നടക്കാൻ പോണതാണ് പറഞ്ഞത്. അങ്ങനെ കല്യാണ ദിവസമായി. കല്യാണം അങ്ങനെ നടന്നു. നല്ല അത്രയ്ക്ക് VIP ആളുകളൊക്കെ ഉള്ളൊരു കല്യാണമായിരുന്നു. ഹാളിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ സുന്ദരിയായിട്ട് പിന്നെ അമ്മ വന്ന്, അമ്മയും ആൾക്കാരെല്ലാവരും വന്ന് ആ കുട്ടീനെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി പുറപ്പെടിച്ചു. അന്ന് പുറപ്പെടിക്കുക ആളുകൾ വരിക, അതൊക്കെയാണ് പണ്ടുള്ള ആളുകൾ പറയും. ഇന്നിപ്പോൾ ബ്യൂട്ടീഷ്യനൊക്കെ പോയി എന്താ പറയുക, സുന്ദരിയാക്കി കൊണ്ടുവരും. അന്ന് അങ്ങനെ തന്നെ തല നിറച്ച് കൊട്ടപ്പൊക്കെ വെച്ച് നല്ല സുന്ദരിയാണ്. അങ്ങനെ നല്ല സാരിയൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓരോ വീട്ടിൻ്റെ അടുത്തുള്ളടത്തൊക്കെ ഒന്ന് പോയി പറഞ്ഞ് ഐറ്റിങ്ങൾ കുടുംബങ്ങളോടൊക്കെ ഒന്ന് പോയി പറഞ്ഞ് അങ്ങനെ ഐറ്റിങ്ങൾ അങ്ങനെയൊക്കെയാണ് മാലുവിൻ്റെ വീട്ടുകാർ നടത്തി. അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ പറയും, അയ്യോ എന്തൊരു ഭാഗ്യ ആ കുട്ടിക്ക് ഉണ്ടായാലേ, ഒരു ഡോക്ടർ, അതും ഡോക്ടർ നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ എല്ലാവരും പറയും. അങ്ങനെ കാണാനൊക്കെ സുമുഖൻ തന്നെയാണ് ഡോക്ടർ. ആ അമ്മൻ്റെ മോൻ തന്നെയല്ലേ, അപ്പം സുന്ദരനാണ്. ഡോക്ടറെ കുറിച്ചൊന്നും വർണ്ണിച്ചിട്ടൊന്നുമില്ല നമ്മൾ, കാരണം നമുക്ക് ആ പെണ്ണിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ വർണ്ണിക്കാനുള്ളത്. അത്ര സുന്ദരിയായിരുന്നു അവൾ കല്യാണത്തിന്. നമ്മൾ വീഡിയോക്ക് എന്താ ഒരു ചാഞ്ചാട്ടം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യയെല്ലാം കഴിച്ച് 3 കൂട്ടം പായസമൊക്കെ ഉള്ള സദ്യയൊക്കെ കഴിച്ച് പിന്നെ പാലടയും അരിപ്പായസവും പിന്നെ ശർക്കര പായസവും ഒക്കെ ആയിട്ട് പഴവും പപ്പടമൊക്കെ അടങ്ങിയ ഒരു സദ്യ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കല്യാണം ഇഷ്ടപ്പെടും, സദ്യ ഇഷ്ടപ്പെടും. എല്ലാവരും നല്ല സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു പോന്ന്. ഡോക്ടർ അമ്മയൊക്കെ പോയി. എല്ലാവരും കാറിൻ്റെ ഒരു ഒഴുക്ക് പ്രവാഹമായിരുന്നു. എല്ലാവരും ഒഴുകിയ കാറിൽ അങ്ങനെ പോയി. അപ്പോൾ ഒരു കാറിൽ നമ്മളെ ഡോക്ടറും മാലും ബാക്കിലിരിക്കുന്ന ഡ്രൈവറും. അന്ന് ഡോക്ടർക്ക് ഡ്രൈവറൊന്നും ചെയ്യണ്ടല്ലോ, നമ്മളെ പുതുമാപ്പിളല്ലേ. അങ്ങനെ ഇവർ 2 ആളും ബാക്കിലിരിക്കുക. ഈ കല്യാണ സമയത്താണ് ഡോക്ടർ അന്ന് വന്നപ്പോൾ അമ്മളെ കൊണ്ട് വെലിങ്ങനെ കണ്ടു. ഭയങ്കര സുന്ദരിയൊക്കെയാണ്. അപ്പോൾ എരുത്ത് കിട്ടണമൊക്കെ അപ്പോഴാണ്. അങ്ങനെ പിന്നെ കൈ പിടിച്ച് വട്ടം ചുറ്റിയതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഓനരികിൽ ഓൾ ഇരിക്കുക. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓളെ നോക്കണം. അപ്പോൾ ഓള് മാലക്കെട്ട് നല്ല ഇതിലിങ്ങനെ ഇരിക്കുക. ഞാൻ തന്നെ വലിയ ആളെന്നുള്ളതിലേക്ക് ഇരിക്കണത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, മാല വിളിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കും, ചെരിഞ്ഞ് ഇവളിങ്ങനെ നേരെ നോക്കിയിരിക്കുക. ഇങ്ങനെ നോക്കും. അവർ മാലയൊക്കെ ഇട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, അയച്ചു വെക്കണം അവിടെ കാറിൽ. അപ്പോൾ പറയും, വേണ്ട, ഇത് ഇങ്ങനെ ഇട്ടിട്ട് വേണ്ടേ വീട്ടിലേക്ക് കയറാന്നുള്ളതിൽ, ഇങ്ങനെ ഇട്ടിട്ട് വീട്ടിൽ കയറണ്ടേ, അങ്ങനെയല്ലേ നോക്കും. അപ്പോൾ ആ സ്വരമൊക്കെ നല്ലൊരു കിളിനാദം പോലെ അത്രയും. അപ്പോൾ വിചാരിക്കുക, ഭംഗി പോലെ തന്നെ ആ സംസാരമെന്ന്. അപ്പോൾ വിചാരിക്കും, ആ മാല കിട്ടിയിരിക്കാനും ഒക്കെ ഒരു ഇഷ്ടമുണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കുക. ഡോക്ടർ കയറി ഇരുന്നിട്ട് അവളെ കൈ മെല്ലെ എടുത്ത് ഡോക്ടർ മടിയിലേക്ക് നല്ല എന്താ പറയുക, നല്ലൊരു പൂ പോലുള്ളൊരു മൃദുലമായ കൈവിരലുകൾ. അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ട് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും അമ്മ പോയി വിളക്കൊക്കെ എടുത്ത് അവരെ സ്വീകരിക്കുക. അവരാൾക്കാരൊക്കെ കാലൊക്കെ കഴുകിയൊക്കെ സ്വീകരിക്കണ്ടേ. അങ്ങനെ കാലൊക്കെ കഴുകി, 2 പേരെ കാലൊക്കെ കഴുകി. അങ്ങനെ അമ്മ അവളെ കയ്യിൽ വിളക്ക് കൊടുത്ത് ആ വിളക്കായിട്ട് അവൾ കയറി പൂജാമുറി കാണിച്ചു കൊടുക്കുക. അമ്മ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറയും. അങ്ങനെ അവിടെ കൊണ്ടുപോയി വെച്ച് 2 ആളെ അവിടെ ഇരുത്തി മധുരം കൊടുത്ത് പിന്നെ അതൊക്കെ കഴിച്ച് പഴമായിരിക്കും കൊടുത്തിട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ പായസമൊന്നും കൊടുത്തില്ല, പഴമാണ് കൊടുത്തത്. അപ്പോൾ 2 പേരും ഓരോ കഷ്ണച്ച കഴിക്കും. അങ്ങനെ
ആ ദിവസം അങ്ങനെ ഇരുട്ടി വൈകുന്നേരമായപ്പം വിളക്കൊക്കെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിപ്പിച്ചു. പിന്നെ അമ്മ ഇരുന്ന് പിന്നെ ഇതൊക്കെ കീർത്തനങ്ങളൊക്കെ അമ്മ ചൊല്ലും, പൂജാമുറിയിലൊക്കെ ചൊല്ലും. അങ്ങനെയൊക്കെ ഒരു ആളാണ് അവൻ്റെ അമ്മ. അങ്ങനെ അമ്മയ്ക്ക് മരോള് വീട്ടിൽ വന്ന മരോള് സന്തോഷാണ് അമ്മയ്ക്ക്. അമ്മ ഇരുന്ന് എല്ലാവരും അങ്ങനെ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ വന്നിട്ടുണ്ട്. എനിക്ക് ചിക്കൻ പൊരിക്കണം, പൊറാട്ടയും വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഥയിലുള്ളല്ലോ കേട്ടോ. അപ്പൊ നമുക്ക് നാളെ പറഞ്ഞാലോ, ഫസ്റ്റ് നൈറ്റാണ് ഇപ്പം തുടങ്ങാൻ പോണത്. അത് നാളെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുളിച്ച് തൊഴുത് നമ്മളെ പ്രസരിപ്പോട് കൂടി പറയണം. ഇന്ന് ഞാൻ കുറച്ച് പറഞ്ഞാൽ നാളെ പറയണുള്ളൂ വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നും ഇടുന്നല്ല വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഇടുന്നുള്ളൂ. അത് നമ്മളെ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഒപ്പം എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ കാണിച്ചു തരാം. എന്താ മോനെ എവിടെ പോയാ ഇതാ ഇതാ. അപ്പം ടാറ്റാ മുഴുവൻ പറയാൻ തരാം. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ അയ്യോ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. ടാറ്റാ. നമ്മളെ പൊറാട്ടയും തേങ്ങാപ്പാൽ ഒഴിച്ച കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോൻ അതാ കഴിക്കണം, നമ്മളെ അമ്മായി കുട്ടിയതാ കഴിക്കണം. നമ്മുടെ ഗക്ഷ ബേബി വന്നിട്ടുണ്ട്, അവന് കൊടുക്കണം.